എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും നേരെയുണ്ടായ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TP പ്രണവ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, ചെറുപുഴ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിൻസ് വെള്ളക്കട, അനീഷ് ആന്റണി, നേതാക്കന്മാരായ സലിം തേക്കാട്ടിൽ, മാത്യു തടത്തിൽ, അജി പാലത്തിങ്കൽ, ജോർജ് ചെമ്പരത്തി, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ, പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. നമ്മുടെ നാട്ടിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതിയ പല കുട്ടികളും ഇന്ന് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. ആ കുടുംബത്തിൻ്റെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷവും അതുപോലെ യുവജനങ്ങളുമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന് നേരെ ആ കുട്ടികളെ ലാത്തിച്ചാർജ് നടത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ കാണിച്ചു. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ലോകം മുഴുവൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സംപ്രേഷണം ചെയ്തു. അതിൽ രാഹുൽ ഗാന്ധി ആ കുട്ടികളെ മൃഗീയമായി ആക്രമിക്കുന്നു. സമരം ചെയ്യുന്ന കുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ആ കുട്ടികളെ കണ്ട് തിരിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ സമാധാനപരമായി ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, ഒരു അക്രമ മാർഗവും കോൺഗ്രസ് സ്വീകരിച്ചില്ല. സമാധാനപരമായി നരേന്ദ്രമോദിയുടെ വസതിയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവ് എന്ത് ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ലാത്തിച്ചാർജ് എടുത്ത് ആ സമരത്തിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ സമരമുഖത്ത് കടന്നു വന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിന്റെ അധ്യക്ഷനെയും ഇന്ത്യയിലെ MP-മാരെയും ഏത് രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൈകാര്യം ചെയ്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നക്ഷത്രമാണ്. ആ ജനാധിപത്യം നശിക്കുന്ന തരത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ഇതുപോലെ ആക്രമിക്കാനാണ് നരേന്ദ്രമോദി മുതിരുന്നെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ സമരം ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവരുടെ തനി സ്വരൂപം ഇന്നലെ ഡൽഹിയിൽ കാണിച്ചു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ തെരുവിലൂടെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം നാമൊക്കെ കണ്ടു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മുടെ കർണാടകയുടെ മുഖ്യമന്ത്രി ശിവകുമാറിനെ പോലീസ് വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളും നാമൊക്കെ കാണുകയുണ്ടായി. രാജ്യത്തെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ സമരമുഖത്തേക്ക് കടന്നു വന്നുകൊണ്ട് കിരാതമായ ഈ ജനാധിപത്യ ദംശനത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ശ്രീ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുനൻ ഖാർഗെ, ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിലൂടെ വലിച്ചിഴച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഭീകരമായ രംഗം കാണേണ്ടി വന്നു. നമുക്ക് െതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പിന്തുണയെത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദിയുടെ പോലീസ് വളരെ കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇന്ന് KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഒരു അവസ്ഥയിലും കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ നാളുകളുടെ പ്രതീക്ഷയായ, നാളുകളുടെ ശബ്ദമാവേണ്ട, ഈ രാജ്യത്തെ നാളുകളിൽ ഏറ്റവും വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ട യുവജന വിദ്യാർത്ഥികളൊക്കെ ഇന്ന് തെരുവീതികളിൽ ഒരു സമരവുമായി അടിച്ചമർത്തപ്പെട്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തിനകത്തേക്ക് നാളുകളിലേക്ക് വരേണ്ട നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങളെയാണ് ഈ ഡൽഹിയുടെ തെരുവീതികളിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം,
കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, ടൂ വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ